വൈറ്റ് ബോൾ ഉണ്ട്, റെഡ് ബോൾ ഉണ്ട്, പിങ്ക് ബോൾ ഉണ്ട്. ആൻഡ് ഇത് മൂന്നും ഞാൻ കഴിഞ്ഞ 3 മാസത്തിൽ കളിച്ചിട്ടുണ്ട്. കഴിഞ്ഞ വർഷം ഈ സമയത്ത് ചിന്തിച്ച് നോക്കിക്കഴിഞ്ഞാൽ വൈറ്റ് ബോളിൽ പോലും കളിക്കാൻ പറ്റുമെന്ന് ഞാൻ വിചാരിച്ചിട്ടില്ല. സോ ഐ തോട്ട് ഞാനൊരു സീരിയസ് ആയിട്ട് ചെയ്യാം. ഫസ്റ്റ് പാർട്ടിൽ എൻ്റെ എക്സ്പീരിയൻസസ് പറയാം. സെക്കൻഡ് പാർട്ടിൽ എങ്ങനെയാണ് ഇത് ഇൻട്രൊഡ്യൂസ് ആയത് വേൾഡ് ക്രിക്കറ്റിലേക്ക് ഈ 3 ബോളും, എന്തുകൊണ്ടാണ് കളർ മാറിയിരിക്കുന്നത്, പിച്ച് കണ്ടീഷൻസ്, വെതർ കണ്ടീഷൻസ് എങ്ങനെയാണ് ഡിപ്പെൻഡ് ചെയ്യുക. മൂന്നാമത്തെ പാർട്ടിൽ ഞാനിപ്പോൾ ഇൻസ്വിങ്ങേഴ്സും ഔട്ട് സ്വിങ്ങേഴ്സും റിവേഴ്സിങ്ങും ഒക്കെ എറിയുന്നുണ്ട്. ഞാൻ വീഡിയോസ് കാണുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലാവുന്നുണ്ടാവും അല്ലേ, തള്ളല്ല. അപ്പോൾ അതെങ്ങനെയാണെന്നും പറയാം. ഇപ്പോൾ ഫസ്റ്റ് പാർട്ടിൽ എനിക്ക് ഏറ്റവും ഇഷ്ടം പിങ്ക് ബോളിൽ കളിക്കാനായിരുന്നു കേട്ടോ. പിങ്ക് ബോളിൽ ഒരു അവസരം പൂജ ക്രിക്കറ്റ് ടൂർണമെൻറ്റ് ഇത്തവണ പിങ്ക് ബോളിൽ പ്ലാൻ ചെയ്ത്, അപ്പോൾ അവർ പ്രാക്ടീസ് ചെയ്ത സമയത്ത് ഞാൻ ഇടയ്ക്ക് കയറി എറിഞ്ഞു. അത് കണ്ടോ, പിങ്ക് ബോളിൽ നമ്മൾ നൈറ്റാണ് കളിച്ചത്. ഔട്ട് സ്വിങ്ങർ പോയ പോക്ക് കണ്ടോ, എന്ത് രസമായിട്ടാണ് ബോൾ പോയതല്ലേ. ഇനി ഞാനൊരു ഇൻസ്വിങ്ങർ ട്രൈ ചെയ്യുമ്പോൾ ഇൻസ്വിങ്ങർ പോയത് കണ്ടോ. പിങ്ക് ബോൾ അതാ ഞാൻ പറഞ്ഞത്, ഭയങ്കര സ്പെഷ്യലാണ്. അടിപൊളി സ്വിങ് കിട്ടുന്നില്ല എനിക്ക്. ഇത് ഒറിജിനൽ പിങ്ക് ബോൾ അല്ല, ഇത് നമ്മൾ ഗല്ലി ക്രിക്കറ്റ് മുംബൈ പോയപ്പോൾ എടുത്തുകൊണ്ട് വന്ന അവരുടെ എന്ന് പറഞ്ഞാൽ. ഞാൻ ലാസ്റ്റ് വീക്ക് കളിച്ച റെഡ് ബോൾ ഗെയിമാണിത് കണ്ടോ. മിഡിൽ സ്റ്റിക്ക് കുത്തി ഓഫ് സ്റ്റിക്ക് തെറിച്ചു പോയത്, അതും 10ാമത്തെ ഓവറിലാണ് കേട്ടോ വിക്കറ്റ് കിട്ടിയത്. ഇത് ന്യൂ ബോളിലായിരുന്നു തുടക്കത്തിലൊരു ഇൻസ്വിങ്ങർ കിട്ടിയത്. വൈറ്റ് ബോളിൽ അത്ര ടൈമൊന്നും എനിക്ക് സ്വിങ് കിട്ടിയിട്ടില്ല. പിന്നെ ഞാൻ എറിയുമ്പം ക്രോസ് സീമും സ്ലോ ബോൾസൊക്കെ ട്രൈ ചെയ്യുക, കാരണം ഒരു 6-7 ഓവർ കഴിയുമ്പോഴത്തേന് ആ സ്വിങ് പോവും. പിന്നെ കണ്ടീഷൻസ് എപ്പോഴും മാറ്ററാണ്, അത് നമുക്ക് അടുത്ത വീഡിയോ ഷെയർ ചെയ്യാം. വൈറ്റ് ബോളിൽ കളിക്കാൻ എപ്പോഴും നമുക്ക് അവസരങ്ങൾ കിട്ടും. റെഡ് ബോളിൽ ചാൻസസ് കുറവാണ്, പിങ്ക് ബോളിൽ റെയർ ആണ്. അപ്പോൾ ക്രിക്കറ്റ് കളിക്കാത്തവർ കാണുമ്പോൾ ഇതൊക്കെ നിങ്ങൾ എപ്പോഴെങ്കിലും എക്സ്പീരിയൻസ് ചെയ്യണം.